നാം ചിന്തിച്ചു വരുന്ന തിരുവെടുത്ത്, ദൈവത്തിന് ആവശ്യമുള്ളതിനെ സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. നിങ്ങളുടെ വിലപ്പെട്ട സഹകരണത്തിന് നന്ദി. പ്രാരംഭത്തിൽ നമ്മൾ കണ്ടത്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് പ്രിയമുള്ളവരെ, ദൈവത്തിന് ആവശ്യമുള്ളവരെ ദൈവ സമയമാകുമ്പോൾ പുറത്തിറക്കും. ദൈവത്തിന് മഹത്വം. നമ്മൾ ആദ്യമായിട്ട് കണ്ടത് യോശുവയുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 23 വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു. അങ്ങനെ ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. രാഹാബിനെയും കുടുംബത്തെയും ആ വീടിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇന്നലെ ചിന്തിച്ചത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമാ, ഒരു ചുവപ്പ് ചരട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം ഒടുവിലത്തെ അധ്യായം വരെ അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വേദം പഠിക്കുന്നവർക്കറിയാം, ഒരു ചുമപ്പ് ചരടുണ്ട്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ പരിശുദ്ധ രക്തം അത് അടയാളമായി കിളിവാതിൽ കെട്ടിത്തൂക്കിയത് കൊണ്ട് അവളെ അവിടെ കുടുംബത്തെയും ദൈവം രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. പുറത്ത് മാത്രമാണോ, എരിഹോ കോട്ട ഇടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെയും കുടുംബത്തെയും കൂടെ നേരെ കനാനിലോട്ട് കൊണ്ടുപോയി. വാക്യങ്ങളെല്ലാം എടുപ്പിക്കാൻ നേരമില്ല. യഹൂദയുടെ അവകാശത്തിലോട്ട് കൊണ്ട് കയറ്റി ബേത്ലഹേമിനോട് ചേർന്ന് പാർത്ത് നഗശോൻ തൻ്റെ മകൻ ശൽമോനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിച്ചു. ആ വാക്യം ഒന്ന് വായിച്ചു. 1:5 മത്തായി. ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ വംശാവലി പട്ടികയിൽ ഈ മാന്യ സ്ത്രീയും കയറി. അവക്കൊരൊറ്റ കൈമുതൽ ഇതേ ഉള്ളു, വിശ്വാസം. എബ്രായ ലേഖനം 11:31 അങ്ങനെ വായിക്കുന്നത്. വിശ്വാസത്താൽ 11:31 വായിച്ചു. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ, അപ്പോൾ വിശ്വാസത്താൽ ഇവൾ രക്ഷപ്പെട്ടത് വിശ്വാസത്താല. ആ രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി. ഇന്ന് രാത്രി നിനക്കും രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ കൂടി. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഇന്ന് രാത്രി വിടുതലെടുക്കാം. അതുകൊണ്ട് ലോകരക്ഷകൻ പിറന്നത് ഈ വല്യമ്മച്ചിയുടെ വീട്ടിലാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ദൈവം നിന്നെ മാനിക്കും. അപ്പൊ അത് രക്ഷയെ കാണിക്കുക. പിന്നീട് നമ്മൾ അടുത്തത് ചിന്തിച്ചത് പെട്ടകത്തിൽ നിന്ന് പുറത്തിറക്കിയതാ. 8:19 മുതലല്ലേ വായിച്ചേ? 15 മുതൽ ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ. പിന്നെ പറവകളും മൃഗങ്ങളും നിലത്തിഴിയുന്ന ഇഴജാതിയുമായ സർവ്വജടത്തിൽ നിന്നും നിന്നോട് കൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. നോഹിന്റെ തനയരാം യാബത്തും ശേമും ഗാമും പുറത്തിറങ്ങിയതാണ്. നോഹിന്റെ തനയരായ യാബത്തും ശേമും ഗാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും. നോകിന്റെ പത്നിയും വീടിന് കാവൽ നിൽക്കടേ. എന്തുവാടേ നീ ഉറങ്ങാ? വീടിന് കാവൽ നിൽക്കും കുക്കുരം, പട്ടി. ഇന്നലെ ഞാൻ പറഞ്ഞു, പട്ടി പെട്ടകത്ത് കയറി പൈലിച്ചാൻ ഇതുവരെ. വീടിന് കാവൽ നിൽക്കും കുക്കുരം, മാർജരങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ ഇത്യാദിയും. കാട്ടിലെ മൃഗങ്ങളാം കേസരി, ദന്താവളം, കാട്ടുപോത്തുക്കൾ, കരിമ്പുലിക്കോലവും, ശാർദൂലശീലമാം പുള്ളിപ്പുലിജാലവും, അർത്യമർത്യ രൂപികൾ, തുള്ളിയോടിടും പുള്ളിമാനുടെ മുള്ളം പന്നി, വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി വരെ ഇതിനകത്ത് കയറി. അറിയാച്ചൻ ഇതുവരെ കയറിയിട്ടില്ല. വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി, അളങ്ക്, അണ്ണിപ്പിള്ള, അരണ ഓന്തുമെല്ലാം കയറിയെന്ന്. നീ ഇപ്പോഴും നിറം മാറിയിരിക്കുക ഓന്തിൻ്റെ. ഞായറാഴ്ച കൂടെ വരുമ്പം പ്രൈസ് ആൻഡ് വർഷിപ്പ്. ആ ഹോള് കഴിയുമ്പം നീ അളങ്ക്, അണ്ണിപ്പിള്ള, അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവിക തത്തകൾ. തത്ത ഇതിനകത്ത് കയറി. റീത്ത കയറിയിട്ടില്ല ഇതുവരെ.
തത്തകൾ പലതരം ഞാറകൾ കുളക്കോടി നത്തോട് പൊന്മാൻ മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും ഒക്കെയും പോതത്തിൽ നിന്നിറങ്ങി ഭൂതലത്തെ പോതം പെട്ടകം സകല എണ്ണത്തെയും ദൈവം ഓർത്ത്. ഏതാണ്ട് 35,000-ൽ പരം വരുന്ന ജീവജന്തുക്കള് നിങ്ങൾ ശരിക്ക് നോക്കിയാൽ കാണാം. 35,000-ൽ പരം വരുന്ന ജീവജന്തുക്കളെ മുഴുവൻ മനുഷ്യവർഗത്തിൽ 8 പേരും. പത്രോസിന്റെ 1-ാം ലേഖനം 3:20 ഇത് സ്നാനത്തിന് മുൻകുറി. ഒന്ന് വായിച്ചോ. ആ പട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. അങ്ങനെയെങ്കിൽ സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം, സകല മനുഷ്യനും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഇത് പെന്തിക്കോസുകാരുണ്ടാക്കിയ മാർഗമൊന്നുമല്ല, സർവജ്ഞനായ ദൈവം തമ്പുരാൻ ഇത് മുന്നമേ കുറിച്ചു വച്ചിരിക്കുന്ന വിഷയമാണ്. അത് വെള്ളത്തിൽ കൂടി രക്ഷപ്പെടാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ അവരെല്ലാം സ്നാനപ്പെട്ടു. സ്നാനം ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ദൈവത്തിൻ്റെ നീതിയാ, ദൈവത്തിൻ്റെ കൽപ്പനയാ. ആകയാൽ ഇത് അക്ഷരം പ്രതി അനുസരിച്ച് ഒക്കൂ. ഇത് നാർക്ക് ഒഴിയാവതല്ല, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവ സമയത്ത് പുറത്തിറക്കും. അപ്പൊ ഒന്ന് രാഗമനെയും കുടുംബത്തെയും പുറത്തിറക്കി രക്ഷ, നോഹിയെയും കുടുംബത്തെയും ദൈവം പുറത്തിറക്കി, അത് സ്നാനം. ഇത് പെന്തിക്കോസ് ഉപദേശമായി പറയുന്നത്. 3 വായിച്ച് എല്ലാ ഭാഗവും വിവരിക്കാൻ നേരമില്ല. എസ്രായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ച്. എസ്രായിയുടെ പുസ്തകം 1:7. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയ തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. മുഴുവൻ ഉപകരണവും പുറത്തെടുപ്പിച്ചു. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. അത് എത്ര ഉപകരണം ഉണ്ടായിരുന്നു? താഴത്തെ വാക്ക് 5400. അവയുടെ എണ്ണമാവിത് പൊൻതാലം 30. അല്ല, അത് വായിച്ചാൽ പിന്നെ എല്ലാം കണക്ക് പറയാം. ടോട്ടൽ കണക്ക് താഴെയുണ്ട്. 5400 ആയിരുന്നു. 5400. അപ്പൊ 5400 പാത്രങ്ങളും മുഴുവൻ പുറത്തെടുപ്പിച്ചു. എന്റെ ഭാഷയെ പറഞ്ഞ ഒരു സ്പൂണ് പോലും മാക്കി വെച്ചില്ല. ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൂത് പറയുകയാ, ഈ UAE-ൽ ദൈവത്തിന് ആവശ്യമുള്ള സകല പാത്രത്തെയും ദൈവം പുറത്തിറക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാ. ആരെവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചാലും മറച്ചു വെച്ചാലും, ഏത് അറക്കകത്ത് കൊണ്ട് പൂട്ടി വെച്ചാലും, ഏത് ക്ഷേത്രത്തിനകത്തെത്തിട്ട് പൂട്ടിയാലും, അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ഒരു സ്പൂണ് പോലും ചേക്ഷിക്കാതെ സകലത്തെ ദൈവം പുറത്തിറക്കുന്ന ദൈവമാണ്. ദൈവം വിശ്വസ്തൻ. നമുക്കറിയാം ഇത് അകത്ത് പോകാൻ കാര്യം എന്നാ? ദൈവാലയത്തിൽ വെക്കേണ്ട പാത്രമെല്ലാം കൂടെ പിന്നെ ബാബേൽ ക്ഷേത്രത്തിനകത്ത് പോകാൻ കാര്യം? ഇത് ആലയത്തിലെ പാത്രമല്ലേ? സ്തോത്രം. ഈ ആലയത്തിലെ പാത്രം പോകാൻ കാരണം യവന്മാര് ഗുണമല്ലതുകൊണ്ടാണ്. ഈ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും എല്ലാം പ്രമാണമെല്ലാം തെറ്റിച്ചപ്പം ദൈവം തമ്പുരാൻ പ്രവാചകന്മാരിൽ കൂടി പറഞ്ഞു, ഈ പോക്ക് പോയാൽ സൂക്ഷം ശത്രുവിന്റെ കയ്യിൽ കൊടുക്കും. ഈ വേറെ പുസ്തകത്തിൽ ഒരു പദമുണ്ട്, ഈ ദൈവം തമ്പുരാൻ ഇസ്രായേൽ മക്കളെ വിറ്റ് കളഞ്ഞെന്നൊരു പദമുണ്ട്. വിറ്റ് കളഞ്ഞു. അതെന്താ ഈ വിറ്റത്? നല്ല പദമാ, വിറ്റു. വിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചിന്ത, ദൈവത്തിന് ഇതുകൊണ്ട് ലാഭമൊന്നും ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ജോൺ വർഗീസ് എൻ്റെ സ്നേഹിതനും കൂടാ. ജോൺ വർഗീസിന് ഒരു വണ്ടിയുണ്ട്. നാട്ടിലെ രീതി വെച്ചാ പറയുന്നത്. ഒരു വണ്ടിയുണ്ട്, കൂടി വണ്ടി നിൽക്കുകയും അത്യാവശ്യം പോകുമ്പം ബ്രേക്ക് ഡൗൺ ആയി പോവുകയും എന്നും ഇതിന്റെ പാർട്സ് മാറുകയും വർക്ക്ഷോപ്പിൽ കയറ്റുകയൊക്കെ ചെയ്യാന്നെങ്കിൽ വിചാരിക്കുക. എന്നാ ചെയ്യും? സത്യം പറയണം എന്നോട്, ഞാൻ അങ്ങോട്ട് വരാം. വിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സുഖം വരുന്നില്ല. നന്നായിട്ടൊന്ന് പറഞ്ഞേ. വിൽക്കും, എന്നാലും ഒന്ന് പറ. കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും. അറിവുള്ളവർ പറയും, ഈ വണ്ടി വെച്ചോണ്ട് ഇനി ഇരിക്കരുത്, നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന വണ്ടിയാ, കിട്ടുന്ന വിലയ്ക്ക് വിറ്റേക്കാൻ പറയും. ഇത് തന്നെ ദൈവം ഇസ്രായേൽ മക്കളെ വിറ്റത്. ഇവരെ ദൈവം തെരഞ്ഞെടുത്തത് പ്രത്യേക സമ്പത്താ, പ്രത്യേക ജനമാ.
ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ ഭജിക്കുവാൻ, ദൈവത്തിന് വേണ്ടി വീറോടെ നിൽക്കുവാൻ, ദൈവത്തിന്റെ പ്രമാണം കാക്കുവാൻ, ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിൽക്കുവാൻ ദൈവം തമ്പുരാൻ ഇവരെ തിരഞ്ഞെടുത്തു. വിളിച്ച വിളിക്ക് യോഗ്യമായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഇവരെ വിറ്റു. ഒരു വാക്യമുണ്ട്, ഉപശാന്തി ഇല്ലാതാകുവോളം എന്നാ അങ്ങനെ എഴുതിയേക്കുന്നത്. അതാ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായത്തിന്റെ 16 മുതലാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച്, ഇസ്രായേല് പരിഹസിച്ച്, അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം, ഉപശാന്തി ഇല്ലാതാകും, ഒരു പോക്ക് വഴിയും കാണുന്നില്ല. പുരോഹിതന്മാർ ഇവരോട് യോജിച്ചു. അതിന് മേളിലൊരു വാക്യമുണ്ട്, പുരോഹിതന്മാരും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്തെന്നാ ഇല്ലേ? 14-ാം വാക്യമല്ലേ? പുരോഹിതന്മാരെ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതയും പോലെ വളരെ എല്ലാം ഇതുപോലെ. അപ്പൊ ഇതെല്ലാം കുഴയാ കിടന്ന ആൾക്കാരെ നോക്കി, പണം നോക്കി, ഇന്നലെ പറഞ്ഞ പോയിന്റ് വരിക നോക്കി, ഉപദേശം ഒന്നും പറയുന്നില്ല, എല്ലാം കുഴയ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആകാന്നാ പറയുന്നത്. ഇപ്പൊ ഈ വേർപാടും ഒന്നും പറയാൻ താല്പര്യവുമില്ല, പറയുന്നവരോടും വലിയ താല്പര്യമൊന്നും ഇല്ല. ഇതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് പറയുന്നവരായി ഇവിടെ ഇരിക്കുന്നവർ. പിന്നെ ഇതുങ്ങളെല്ലാം ഈ പേടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ സഭയെല്ലാം ഭരിക്കുന്ന ഇപ്പം കമ്മിറ്റിക്കാരാ. ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ സമാധാനപ്പെടും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതൊക്കെ പറയാനായി പരുവത്തിന് എന്നെ വിട്ടേക്കുന്നത്. സ്തോത്രം. ഉപദേശമൊന്നും പറയാനൊക്കത്തില്ല. വരുമ്പോഴേ പറയും, പക്ഷേ 3 വർഷമായി ഇവിടുത്തെ കണക്ക്, അതുകൊണ്ട് കൂടുതലൊന്നും ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കണം. ഉപശാന്തി ഇല്ലാതാകുവോളം. ഞാൻ ഈ ഇവര് പ്രമാണം വിട്ടതിനെ പറ്റി ഒത്തിരി പഠിച്ചു. 158 കൂട്ടം കാര്യമാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഈ പെന്തിക്കോസുകാരാണെങ്കിലും എല്ലാം ഒന്നും വിട്ടിട്ടില്ലല്ലോ, വേർപാടില്ലെന്നേ. അതൊക്കെ പറഞ്ഞ ഓടക്കൊണ്ടാകുക. എനിക്കിതൊന്നും വിഷയമല്ല. സ്തോത്രം. ഇല്ല, ഒരാൾ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം കണ്ടവന് കമ്പിത്തിരി കത്തിച്ചാവല്ലോ. ദൈവത്തിന് മഹത്വം. ഉപശാന്തി ഇല്ലാതാകുവോളം ഇവര് ദൈവപ്രമാണം ലംഘിച്ചു. അവിടുന്ന് അയച്ച പ്രവാചകന്മാരെ ഇവര് ഉപദ്രവിച്ചു, ചിലരെ കൊന്നു. ഇങ്ങനെയൊക്കെ പോയപ്പോൾ ദൈവം കർക്കശമായി യെരമ്യാവ് മുഖാന്തരം പറഞ്ഞു, 70 വർഷം നിങ്ങൾ അടിമകളായി പാർക്കും. ഇങ്ങനെ ഇസ്രായേല് ആരാധനയില്ലാതെ, പുരോഹിതനില്ലാതെ, ഏബോദില്ലാതെ, പ്രവാചകനില്ലാതെ, പെരുന്നാളില്ലാതെ ഇവർ ദുഃഖിക്കേണ്ടി വരും. ഇവരെ പിടിച്ചോണ്ട് പോകും. ഈ വിധത്തിൽ പോയ അനുസരിച്ചില്ല, മടങ്ങി വന്നില്ല. അതുകൊണ്ട് കൽദിയ രാജാവാകുന്ന നെബൂഖദ്നേസറിനെ ദൈവം ഇളക്കി. ദൈവം പറഞ്ഞു, നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. 606 എനിക്ക് തിയോളജി വലുതോ ചരിത്രമൊന്നും വലുതായിട്ട് അറിയാൻ മേല, അതുകൊണ്ടാണ്. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിരസയോൻ. സിംഹപ്രതാപിയ ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിരസയോൻ. BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5-ാം രാജിതം ഉണ്ടാമേ. പരമഞ്ചാം രാജിതം ഉണ്ടാ. തുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. 5-ാം രാജിതം ഉണ്ടാമേ. പരമഞ്ചാം രാജിതം ഉണ്ടാമേ. പുള്ളിക്കൊത്ത ഭംഗി വീര്യങ്ങൾ, പുള്ളിക്കളിക്കുന്ന ഗ്രീക്ക് സൈന്യങ്ങൾ. പുള്ളിക്കൊത്ത ഭംഗി വീര്യങ്ങൾ, പുള്ളിക്കളിക്കുന്ന ഗ്രീക്ക് സൈന്യങ്ങൾ. മാസിഡോണിൽ നിന്നുദിച്ചൊരു കൊല്ല നിസ്തുല്യമാകഞ്ഞ മൊത്തത്രമാണ്.
പരമഞ്ചാം രാജീന്തം ഉണ്ടാമേ. കുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. കുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. അഞ്ചാം രാജീന്തം ഉണ്ടാമേ. പരമഞ്ചാം രാജീന്തം ഉണ്ടാമേ. അപ്പൊ ശ്രദ്ധിക്കുക, നെബൂഖദ്നേസറിനെ ദൈവം ബാബേലിൽ നിന്നിളക്കി. ഇവൻ യെരൂശലേം മണ്ണ് നിരോധിച്ച വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല തിട്ടമുള്ളത് കൊണ്ടല്ല എടുപ്പിക്കുന്നില്ല. അടിച്ച് തൂത്ത് സകല എണ്ണത്തിനെയും പിടിച്ചുകൊണ്ട് പോയി. 25-1 വായിച്ചേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ ഓടിച്ച് 2-3 വാക്യം വായിച്ചേ. അത് വായിച്ചേച്ചേ ഈ ഭാഗത്തേക്ക് വരാം പെട്ടെന്ന്. 25-ന്റെ 1 മുതല്. അവന്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ സിദെക്കീയാവിന്റെ കാര്യം വെക്കാന്ന് പള്ളി പറഞ്ഞിരിക്കുന്നത്. പിന്നോ അവന്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ 10-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ തന്റെ സർവ്വസൈന്യവുമായി യെരൂശലേമിന്റെ നേരെ വന്ന് പാളയം ഇറങ്ങി. അതിന്റെ നേരെ ചുറ്റും വാടകോരി സിദെക്കീയാ രാജാവിന്റെ 11-ാം ആണ്ട് വരെ നഗരം നിരോധിക്കപ്പെട്ടു. എല്ലാ വാക്യങ്ങളും വായിച്ച് സമയം കളയുന്നില്ല. അവൻ വന്ന് പിടിച്ച് വാടകോരി ദൈവാലയം ചുട്ട് മതിലെല്ലാം കൂടി ഇടിച്ച് പൊളിച്ച് മാത്രമാണോ സകല പാത്രം എടുത്തുകൊണ്ട് പോയി. 25-ന്റെ 13 വായിരേ. യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും പിന്നെ പീഠങ്ങളും യഹോവയുടെ ആലയത്തിലെ താമ്രം കൊണ്ടുള്ള കടലും കൽദയർ ഉടച്ചു കളഞ്ഞ അവിടെ താമ്രം ബാബേലിലേക്ക് കൊണ്ടുപോയി. കലങ്ങളും ചട്ടുകങ്ങളും കത്രിക തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്ര ഉപകരണങ്ങളൊക്കെയും സ്പൂണ് വരിവം കൊണ്ടുപോയി. ദൈവാലയത്തില് കലം കൊണ്ടുപോയി, ചട്ടുകം കൊണ്ടുപോയി, കത്രിക കൊണ്ടുപോയി, അടിച്ച് തൂത്ത് കൊണ്ടുപോയി. അപ്പൊ ഈ തവി കലം വരെ കൊണ്ടുപോയി. ചിലരെ കൊണ്ടുപോയില്ല. ഈ ഷാജിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. 24-ന്റെ 14 വായിച്ച്. ആരെയൊക്കെ കൊണ്ടുപോയി, ആരെയൊക്കെ കൊണ്ടുപോയില്ല. എല്ലാ യെരൂശലേമിലും എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആചാര്യമാരെയും എല്ലാ കൊല്ലന്മാരെയും അവൻ ബദ്ധന്മാരായി കൊണ്ടുപോയി. അടുത്തത് ദേശത്ത് എളിയ ജനം മാത്രമല്ലാതെ ആരും ശേഷിച്ചിരുന്നില്ല. അതിനെയൊന്നും കൊണ്ടുപോയില്ല. ഷാജിന് മനസ്സിലായി ഇവനെ ഒന്നും കൊണ്ടുപോയിട്ടും കയ്യടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, സ്തോത്രം പറയുകയല്ല, സ്തോത്ര കാഴ്ച ഇടുകയല്ല. ഒച്ചുവാനാന്ന് വന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് മേടിച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, പാത്രം ഇടുന്നില്ല, സഹായം ചെയ്യുന്നതാ. അപ്പൊ ഈ ഏതൊരുവിധ ഗുണവും വരുന്നില്ല. അതുകൊണ്ട് ഇവന്മാരെ കൊണ്ട് ദൈവത്തിനും പ്രയോജനമില്ല. ദേശത്ത് എളിയ ജനമല്ലാതെ മറ്റാരും ശേഷിച്ചിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അടിച്ചു പിടിച്ച് ഇവനെ എല്ലാം കൊണ്ടുപോയി. എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. ആ ബാബേലിൽ ഇവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സകല പാത്രങ്ങളും 5400 വരുന്ന പാത്രങ്ങൾ മുഴുവൻ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് അടച്ച് ബന്ധിച്ചു. യെരൂശലേം തീയിട്ട് ചുട്ടു. എത്ര വാതിലുകളാ! ആട്ടിൻ വാതില്, മീൻ വാതില്, കുതിരവാതില്, കുപ്പവാതില്, അമ്മിത്കാത് വാതില്, നീർവാതില്, അവൻ താഴ്വര വാതില്, ഉറവ വാതില്, അവൻ പിന്നെ കോൺ വാതില്, എബ്രഹീം വാതില്, കിഴക്കേ വാതിൽ അടക്കമുള്ള സകല വാതിലുകളും അടിച്ച് തൂത്ത് അടിച്ച് ഉടച്ച് നശിപ്പിച്ച് സകലത്തിനെ പിടിച്ചോണ്ടും പോയി. അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. അവിടെ കൊണ്ട് ചെന്നിട്ട് പിന്നെ നമ്മൾ വചനം പഠിക്കുന്നല്ലോ, സിയോൻ ഗീതങ്ങളിലൊന്ന്, തങ്ങളുടെ കിന്നരങ്ങൾ അല്ലലി വൃക്ഷ കൊമ്പുകളിൽ ഓരോന്നായി തൂക്കിയിട്ട് ഏറെ മനം പാടിടാതെ തങ്ങളുടെ കിന്നരങ്ങൾ അല്ലലി വൃക്ഷ കൊമ്പുകളിൽ ഓരോന്നായി തൂക്കിയിട്ട് ഏറെ മനം തന്നെ ബദ്ധരാക്കി കൊണ്ടുപോയിരുന്നവർ സിയോൻ ഗീതങ്ങളൊന്നു ഇവരെ ബദ്ധരാക്കി കൊണ്ടുപോയവര് സിയോൻ ഗീതങ്ങളിൽ പാടാം. എങ്ങനെ പാടാനാ? ഇതെല്ലാം തൂക്കിയിട്ടേച്ച് പരുവക്കേടായി
ചുരുക്കി പറഞ്ഞ ലോകം മുഴുവൻ വിധി എഴുതി ഒരൊറ്റ പാത്രം ഇനി പുറത്തിറക്കുകയല്ല. ഇത് കൊണ്ടുപോയത് ആരാ? സിംഹപ്രതാപിയാകുന്ന ബാബിലോൺ രാജന. അതല്ലയോ ദർശനം കണ്ടത്? ഒരു വലിയ മനുഷ്യന്റെ രൂപം, തലതങ്കം കൊണ്ട്, നെഞ്ചും കയ്യും വെള്ളി കൊണ്ടും, വയറ് വരെയും താമ്രം കൊണ്ടും, തുട ഇരുമ്പ് കൊണ്ടും, കാലിന്റെ പാതി ഇരുമ്പും പാതി കളിമണ്ണും. അങ്ങനെ നിൽക്കുമ്പോൾ ആ കൈ തൊടാതൊരു കല്ല്. ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുന്നില്ല, അതൊക്കെ നന്നായിട്ട് പറയാനും പഠിപ്പിക്കാനും പ്രാപ്തിയുള്ള ധാരാളം ദൈവദാസന്മാരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് കൈ വെക്കുന്നില്ല, കാരണം വലുതായിട്ട് അറിയത്തുമില്ല. നാട്ടിലൊരു ഭാഷ കൊണ്ട് വയ്യാത്ത പട്ടി എന്തിനാ കയ്യാല, അതുകൊണ്ടാണ്. എന്നാലും ഒരു വരി വേണേ പാടി വിട്ടേക്കാം. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിടും കല്ലു പാതാന്തികെ ചെന്നു. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിടും കല്ലു പാതാന്തികെ ചെന്നു. ചൂർണീകരിക്കും ഈ രാജ്യങ്ങൾ അന്ന് വന്ന കല്ലു വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞു വാഴും. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലു പാതാന്തികെ ചെന്നു. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലു പാതാന്തികെ ചെന്നു. ചൂർണീകരിക്കും ഈ രാജ്യങ്ങൾ അന്ന് വന്ന കല്ലു വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞു വാഴും. അഞ്ചാം രാജിതം ഉണ്ടാമേ വരവഞ്ച രാജിതം. അപ്പൊ ശ്രദ്ധിക്കുക, സകല ആൾക്കാരും വിധി കരുതി തലതങ്കം കൊണ്ട് ബാബിലോൺ സാമ്രാജ്യമാ. ബാബേൽ കോട്ടയെ പറ്റിയും ബാബേൽ ഗോപുരത്തെ പറ്റിയും ഒക്കെ നിങ്ങൾക്കറിയാം. വിശേഷിച്ച് ബാബിലോണിലെ തൂക്കുവനം, ചുറ്റും കിടങ്ങ്, അതൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്നവരുണ്ട്. കിടങ്ങ് കുടിച്ചിട്ടെന്നും അതിനകത്ത് മുതലേ ചീങ്കണ്ണിയെ വളർത്തിയെന്നും ഏതാണ്ട് 100 വാതിലുകളോളം ഉണ്ടെന്നും അതിൽ ഒരു വാതില് ഒരു ദിവസം തുറക്കുമെന്നും അതെല്ലാവർക്കും ഏത് വാതിലാ തുറക്കുന്നെന്ന് അറിയത്തില്ലെന്നും അത് രഹസ്യ അജണ്ടയാ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അതിൻ്റെ ക്രമീകരണം. ഈച്ച പോലും ഇതിനകത്ത് കയറുകയല്ല. അതിനകത്ത് കൊണ്ട് ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് പാത്രം വെച്ചിരിക്കുക. ആരെടുക്കും, ആര് കയറും, പടലി പോവുകയല്ലേ. അങ്ങനെ ഇരിക്കുമ്പം പ്രവാചകൻ യിരെമ്യാവ് 25:12, 29:7, ആമേ 2 36, 21, ദാനിയേൽ 9:2 ഒക്കെ ചേർത്ത് പിടിക്കുമ്പോൾ 70 വർഷം കഴിഞ്ഞ് ആമേ ഇവരെ മടക്കി വരുത്തുമെന്ന് പ്രവചനാത്മാവി പ്രവചിച്ചു. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. ഈ പ്രവചനത്തിന് നിവൃത്തി എന്നവണ്ണം നിവൃത്തിയാകാൻ ദൈവം ഒരു പരിപാടി ചെയ്തു. ബേൽശസ്സർ മഹത്തുക്കളിൽ 1000 പേർക്ക് വലിയ വിരുന്നുമൊക്കെ ഒരുക്കി പാത്രത്തിനകത്ത് ഒഴിച്ചടിക്കുക. അത് അങ്ങനെ ക്രമീകരണമുണ്ട്. ഇവർക്ക് വിരുന്ന് 100 ചില്ലുവാനം ദിവസമൊക്കെ ഇവരുടെ വിരുന്നിൻ്റെ കണക്ക്. നമ്മളത് എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കണക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ അയാൾ അർത്ഥകശേഷ ഒരു മര്യാദക്കാരനാണ്. അവൻ പറഞ്ഞ എല്ലാവരും ഒന്നും കുടിക്കണ്ട, അത് ആവശ്യമുള്ളവൻ കുടിച്ചാൽ മതി. പിന്നെ ഫ്ലൈറ്റിൽ പോകുമ്പം പിന്നെ അങ്ങനത്തെ വിശുദ്ധന്മാരും ഉണ്ട്. എന്നോടൊരു തമ്പി പറഞ്ഞ 2 അടിച്ചേച്ചാൽ ഒരു ഉണർവുണ്ടെന്ന് ആരാധനയ്ക്ക്. എന്നോട് പറഞ്ഞതാ തമ്പി, മജു ഉദ്ദേശിച്ച തമ്പി അല്ല. മജു എന്നല്ല ചോദിച്ചു, മറ്റേ തമ്പിയാണോന്ന്. അപ്പം ഇവന് വീഞ്ഞ് കുടിക്കാനായിട്ട് എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7 മുതൽ ഒന്ന് വായിച്ചേ. അവിടെ അതിന്റെ കണക്കെഴുതിയിട്ടുണ്ട്. വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത്. അങ്ങനെ പാത്രത്തിലാ കുടിക്കാൻ കൊടുത്തത്. പിന്നെ രാജവീഞ്ഞും രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ എന്നാൽ രാജാവ് തന്റെ രാജധാനി വിചാരകന്മാരോട്, അയാൾക്കൊരു മര്യാദയുള്ളവനാ, രാജധാനി വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത് കേട്ടോ. അത് ശരിയാണ്, നിർബന്ധിക്കരുത്. എന്നാ നിങ്ങൾക്കൊരു ഊറിയ ചിരി. പണ്ടൊക്കെ അടിച്ചിട്ടുള്ളവരുണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ആട്ടെ. അപ്പൊ രാജാവ് പറഞ്ഞ ആരെയും നിർബന്ധിക്കരുത്. പിന്നെ ഓരോരുത്തൻ താൻ തന്നെ മനസ്സുപോലെ ചെയ്തു കൊള്ളട്ടെ. അതൊക്കെ അവനവന്റെ പ്രതിഷ്ഠയും തീരുമാനം പോലെ ചെയ്തു കൊള്ളട്ടെ. യിരെമ്യാവ് 35 എടുക്കുന്നില്ല. രേഖാഭികൃതത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കുടത്തിനകത്ത് വീഞ്ഞും മദ്യവും കൊണ്ട് നിറച്ച് ആവശ്യം പോലെ അടിച്ചോ പള്ളിക്കകത്ത് വെച്ചല്ലിയോടാ. അവർ പറഞ്ഞ് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ
നാടോടുമ്പം നടുവേ കയറി ഓടരുത്. ഞങ്ങളുടെ അങ്ങനല്ലയോ എഴുതിയേക്കുന്ന, വായിച്ചേ. പിന്നെ ഞാൻ രേഖാഭിഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച് കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് കോടക്കണക്കിന് കൊണ്ട് മദ്യം വെച്ചിരിക്കുക. പിന്നെ അവരോട് വീഞ്ഞു കുടിപ്പീനെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല. ഞങ്ങൾ വീഞ്ഞു കുടിക്കത്തില്ല. കാരണം എന്നാ? രേഖാബിന്റെ മകനായി ഞങ്ങളോട് രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ്. അതല്ലയോ പണ്ട് യോനാദാബും എലീയായും കൂടെ കണ്ടില്ലയോ? എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് യോജിച്ചിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിട്ടിരിക്കുന്നു. കൈ തരാൻ പറഞ്ഞു. ഞങ്ങളുടെ അപ്പച്ചൻ പ്രമാണം കാത്ത ആളാ. അപ്പച്ചനെ പല അപ്പച്ചന്മാരും ഒക്കെ പ്രമാണം കാത്തു. എല്ലാവരും അല്ലെങ്കിലും 2-3 തലമുറ വന്നപ്പോൾ പ്രമാണം വിൽക്കുന്ന കൊച്ചുമക്കളായി പലരും. എല്ലാവരും അല്ല. അപ്പച്ചന്മാര് ദൈവത്തെ സേവിച്ചു. ദൈവം നീതിയായിട്ട് ഇടപെട്ടു. അല്ല, ചിലർക്ക് ദൈവം നന്മ കൊടുക്കുമ്പോൾ അസൂയ ഉള്ളവരും ഉണ്ട്. പണ്ട് ഞാൻ എവിടാണ് എന്നോട് ചോദിക്കരുത്, യോഗം കഴിഞ്ഞ് ഞാൻ രഹസ്യമായിട്ട് പറയാം, പൊതുവെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മൺമറഞ്ഞ BT ജോസഫ് അവറുകൾ വിളവിനാല് അദ്ദേഹം അനുഭവിച്ച പങ്കപ്പാടുകളും വ്യതകളും ഒക്കെ പഴയ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. ചില അപ്പച്ചൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരിക്കലേ സഭയൊന്നും പറഞ്ഞില്ല, ഒരു സഭയിൽ അദ്ദേഹം വന്നു. അപ്പോൾ ആ സഭയിൽ മിടുക്കന്മാരൊത്തിരി ഉണ്ട്. എല്ലാം നല്ല നിരനിരന്നിരിക്കുക, എല്ലാം വലിയ പ്രഗത്ഭന്മാരാ, ഒന്നുക്കൊന്നൊക്കെ മെച്ചമാണ്. അപ്പോൾ അപ്പച്ചൻ അന്നേ ഒരു പുതിയ കാറിലാണ് വന്നേ. വണ്ടിയുടെ പേര് എന്തോ ടാറ്റ എസ്റ്റേറ്റോ അങ്ങനെ കണ്ട, ഇച്ചിരി നീളമുള്ളതാ. ഞാൻ ഓർക്കുന്നുണ്ടോ വണ്ടി? അപ്പം ഇവർ മക്കളാരാണ്ട് മേടിച്ചു കൊടുത്തതാ. അപ്പം അപ്പച്ചൻ ആ വണ്ടിയല്ല സഭായത്തിന് വന്ന. അന്ന് ഞാനും സഭായത്തിനുണ്ട്. അപ്പം അപ്പച്ചൻ വന്നിറങ്ങിയപ്പം ഈ ഇരിക്കുന്ന ഒരപ്പച്ചൻ ഇങ്ങനെ നോക്കി. പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബഹുമാനപ്പെട്ട VT ജോസഫ് അവർകൾ വന്നിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് ആ മെസ്സേജ് ഞാനും 2 വാക്ക് പറഞ്ഞു. എനിക്ക് അപ്പച്ചനിന്ന് കേൾക്കാനും കൂടെ ഞാനിരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സഭയിലെ ഒരു മൂപ്പൻ എഴുന്നേറ്റ് പറഞ്ഞു, ചില കാര്യം പറഞ്ഞു വന്ന്, ചില അസൂയ ഉണ്ട്, പറഞ്ഞു വന്നേച്ച് പറഞ്ഞു, ഇപ്പൊ പാസ്റ്റർമാർക്കൊക്കെ എന്നാത്തിൻ്റെ കുഴപ്പമാ, വലിയ വലിയ വണ്ടിയിലല്ലയോ വന്ന് ഇറങ്ങുന്നേ, കണ്ടില്ലേ? അപ്പച്ചനൊന്നും മിണ്ടിയില്ല. അപ്പച്ചൻ മിണ്ടാഞ്ഞ് എനിക്കറിയാം അപ്പച്ചൻ്റെ ഊഴം വരട്ടെന്ന് ഓർത്താ. അവസാനം VT ജോസഫ് അവർകൾ എഴുന്നേറ്റ് ദൈവം നടത്തിയ വിധങ്ങളെല്ലാം കൂടെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ദൈവം ഇതുവരെ സൂക്ഷിച്ചു നടത്തി. ഞാൻ ഈ മാർഗത്തിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു, ഒത്തിരി പങ്കപ്പാടുകളേറ്റു, പട്ടിണി കിടന്നു, ഒത്തിരി നടന്നു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് നടന്ന് ആറാമടെ ചെന്ന് ബൈബിൾ ക്ലാസ് നടത്തി. പത്തനംതിട്ടയിൽ നിന്ന് നടന്ന് കൊട്ടാരക്കര വഴി പോയി കിളിമാനൂരൊക്കെ കൂടി ആറാമട, പണ്ട് കൊച്ചുകുഞ്ഞ് സന്യാസിയുള്ള സ്ഥലം, കൂടാരപ്പള്ളി. അവിടെ ഞാൻ 3-4 ദിവസം കൊണ്ടാണ് നടന്ന് ചെന്ന് പൈപ്പിലെ വെള്ളമൊക്കെ കുടിച്ച്, വണ്ടിക്കൂലിയൊന്നുമില്ല. അങ്ങനെയൊക്കെ അവിടെ നടന്ന് ചെന്ന് സമാഗമന കൂടാരത്തിൻ്റെ ക്ലാസ് എടുത്തു 15 ദിവസം. അവിടെയും ബുദ്ധിമുട്ടുമൊക്കെ ഇച്ചിരി സ്വോത്രകാഴ്ച കിട്ടി, അത് ചിലർക്കൊക്കെ കൊടുത്തു. തിരിച്ച് അവിടുന്ന് നടന്ന് പത്തനംതിട്ട വന്നു. അത് കഴിഞ്ഞ് അത് ശൗമേലു കുട്ടി കണ്ടില്ല. ഞാൻ കാറേ വന്നിറങ്ങിയത് ശൗമേലു കുട്ടി കണ്ടു. അത് കഴിഞ്ഞ് തൃശ്ശൂർ ആൽപ്പാറക്കാർ, കിഴക്കേക്കൂട്ടാല ആൽപ്പാറ, അവരെല്ലാവരും കൂടെ ചേർന്ന് യോഗം നടത്തി. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടുന്ന് നടന്ന് കോട്ടയേറ്റുമാനിലൂടെ കൂടി, കൂത്താട്ടുകുളം കൂടി, മൂവാറ്റുപുഴ കൂടി നടന്ന് വാളകത്ത് ഒരു യോഗം നടത്തി. അന്ന് വാളകത്തൊരു ബാബുകുട്ടിച്ചാനുണ്ട്. നെല്ലാട് എടപ്പാറക്കാർ EVU അവരുടെ വീടിനോട് ബന്ധപ്പെട്ട് യോഗം നടത്തി. പിന്നെ അവിടുന്ന് നടന്ന് അങ്ങ് തൃശ്ശൂർ കഴിഞ്ഞ് മുടിക്കോടും മുല്ലക്കരയും മുടിക്കോടും ഒക്കെ കഴിഞ്ഞ് കിഴക്കേക്കൂട്ടാല ചെന്ന് ആൽപ്പാറയല്ലേ യോഗം പോയി നടത്തിയത്. തിരിച്ചവിടുന്ന് ഇങ്ങോട്ടും നടന്നു വന്നു. അതും ശൗമേലു കുട്ടി കണ്ടില്ല. ശൗമേലു കുട്ടിക്ക് ആവശ്യമുള്ളതായി. അപ്പം ഞാൻ കാറേ വന്നിറങ്ങിയതെല്ലാവരും കണ്ടു. അപ്പോൾ പിതാക്കന്മാര് ദൈവത്തെ സേവിച്ചതിൻ്റെ ദൈവനീതിയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇന്നും പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തന. ദൈവമാർക്കും കടക്കാരനല്ല.
എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിന്റെ തലമുറയെയും ആദരിക്കുന്ന മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ആ ഭാഗത്തേക്ക് ഓടി വരാം. കർത്താവിന് മഹത്വം. ഇവര് ഈ ബേൽശസ്സർ മഹത്വക്കളി 1000 പേർക്ക് സമയം പോകുന്നുണ്ട് വിരുന്നൊരുക്കി. അപ്പോൾ ആയുസിൽ ആരും ചിന്തിച്ചില്ല ഈ പാത്രങ്ങൾ പുറത്തിറക്കുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇത്ര ബന്ധവസായി പണിത ബാബിലോൺ സാമ്രാജ്യം തൂക്കുവനം വരെ ചീങ്കണി കിടക്കുന്നു. പടയാളികൾ ധാരാളം. ഏതാണ്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുന്നത് 100 വാതിലുകളുണ്ട്. മെയിൻ ഗേറ്റ് 4 എണ്ണം. അതിൽ ഒരു വാതിലാണ് തുറക്കുന്നത്. അത് ഏത് വാതിലാന്ന് ആർക്കും അറിയത്തില്ല. അത് അവർ തന്നെ തുറക്കുക. ആനയെ കൊണ്ടൊക്കെ പിടിച്ചടപ്പിക്കുന്നതൊക്കെ അത്രയ്ക്ക് ബലവത്താ. ചുരുക്കി പറഞ്ഞാൽ അതിനകത്ത് കൊണ്ടുവന്ന ഈ 5400 പാത്രം കൊണ്ടുവന്ന് ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രവചനാത്മാവിൽ പ്രവാചകൻ പ്രവചിച്ചു, 70 വർഷം കഴിയുമ്പോൾ എന്റെ ജനത്തെ ഞാൻ മടക്കി വരുത്തും. 70 വർഷം പൂർത്തിയാകുന്ന സമയത്ത് മദ്യം കൊണ്ടുവന്ന് വീഞ്ഞു കൊണ്ടുവന്ന് ഇരമ്യാ പ്രവചനം ഞാൻ ഇനി എടുപ്പിക്കുന്നില്ല, അത് വിട്ടേര്, സമയമില്ല. അതുകൊണ്ടാ ചുരുക്കി പറഞ്ഞാൽ പൊൻവള്ളി പാത്രങ്ങളെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ദേവന്റെ ക്ഷേത്രത്തിനകത്തിരുന്ന പാത്രമെല്ലാം കൂടെ എടുത്തോണ്ട് വന്ന് ജീവനില്ലാത്തതിനെ ആരാധിച്ചും ജീവനില്ലാത്തതിനെ സ്തുതിച്ചും ഈ പാത്രത്തിനകത്ത് മദ്യവും വീഞ്ഞുമൊക്കെ ഒഴിച്ച് കുടിച്ച് അടിച്ച് പെരുത്ത് ചുരുക്കി പറഞ്ഞ ഇവനെല്ലാം വെളിവില്ലാതായി. എൻ്റെ ഭാഷ പറയാം, വെളിവില്ലാതെ വന്നപ്പം സാധാരണ രാവിലെ ഈ ഒരു വാതിൽ തുറന്നേച്ച് സന്ധ്യ ആകുമ്പോൾ അടയ്ക്കണം. ഇത് 1000 പേർക്ക് വിരുന്നൊരുക്കി കഴിഞ്ഞ് വാതിലടയ്ക്കാനല്ല, ഇതകത്തോട്ട് ചെന്ന് കഴിയുമ്പം വല്ല ബോധവും, ആർക്ക് കഷ്ടം, ആർക്ക് കലടകം, ആർക്ക് ആവലാതി, ആർക്ക് ഇവനെല്ലാം കൂടെ അടിച്ചു വരുത്തിയപ്പം എൻ്റെ ഭാവനയാകട്ടോ. രാജാവ് ചോദിച്ചു, എടേ വാതിലടച്ചു വന്നു ഉടനെ അടിച്ച് പ്രജ പറയാ, അളിയ അതൊക്കെ അടച്ചളിയാന്ന്. ഇതകത്ത് ചെന്നപ്പോൾ രാജാവ് ആരാ അളിയൻ ആരാണെന്നും മറ്റേത് ഇവൻ രാജാവിൻ്റെ മുന്നിൽ തിരുമേനി എന്ന് പറഞ്ഞ് നിന്നവനാ. ഇതകത്തോട്ട് ചെന്ന പറഞ്ഞ് അളിയ അടച്ചളയാന്ന്, അളിയന് ഒന്നുകൂടെ തരട്ടെ എന്ന്. ചുരുക്കി പറഞ്ഞ ഇവനെല്ലാം അടിച്ച് കിറുങ്ങി ഇടപാട് ഇണുക്ക് തെറ്റി നിന്നപ്പോൾ ദൈവം തമ്പുരാൻ, ദൈവത്തിന് സ്തോത്രം, ശത്രു സൈന്യത്തെ അകത്തോട്ട് കയറ്റിവിട്ട് കേറി ഇങ്ങോട്ട് വന്നേച്ച് യെശയ്യാ പ്രവചനം 44 ഒടുവിലുണ്ട്. കോരേശന്റെ ഇടയൻ, അവന് വേണ്ടി വാതിൽ ഞാൻ തുറക്കാൻ പോവുക. 45 1 വായിച്ചേ. 45 1 യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി ബാബേൽ രാജാക്കന്മാരെ കീഴടക്കാൻ, ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അടിച്ച് കതകുകൾ അവന് തുറക്കേണ്ടതിനും കതകുകൾ 100 വാതിലോളം ഉണ്ട് മുഴുവൻ തുറന്നിട്ടിരിക്കുക. ഇത് ദൈവം ചെയ്തതാ. കതകുകൾ അവന് വേണ്ടി തുറന്ന, പിന്നെ വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് അന്ന് രാത്രി അടച്ചില്ലെന്ന് വാതില്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. ഒറ്റ വാതിൽ അടച്ചില്ല, ഒരു വാതിലും അടയ്ക്കല്ല, സകലത തുറന്നു കിടക്കുക. വാതിൽ അടയാതിരിക്കേണ്ടതിന് അവന്റെ വലം കൈക്ക് പിടിക്കുക. എന്തിനേറെ വിസ്തരിക്കാൻ നേരമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. സകല വാതിലും തുറന്നു, അകത്തോട്ട് അരച്ചു കയറി. അവൻ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിന്റെ ഒടുവിൽ അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യർക്കും പേർഷ്യക്കും രാജ്യം കൊടുത്തു. എന്തിനേറെ കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. കോരേശ് ഇവരോട് ദൈവം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ദൈവാലയം ഒക്കെ സകല എണ്ണവും പാത്രങ്ങൾ വെളിയിൽ കൊണ്ടുവരണം. എല്ലാം വിവരിക്കാൻ നേരമില്ല. 5400 പാത്രങ്ങൾ എണ്ണി എണ്ണി ഒരു സ്പൂണ് പോലും അകത്തിട്ടില്ല. സകല പാത്രങ്ങളും എണ്ണി ദൈവത്തിന്റെ ത്യാഗമായപ്പോൾ ദൈവം പുറത്തിറപ്പിച്ചു. ഇന്ന് രാത്രി ഒരു കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. തനിക്ക് പ്രിയമുള്ളവരെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തിനകത്തുള്ളതിനെ ദൈവം പുറത്തിറക്കും. നിന്റെ ചാർച്ചയിൽപ്പെട്ടവരെ ദൈവം പുറത്തിറക്കും. ഇന്ന് രാത്രി കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. ഒരു പാത്രം പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവത്തിന് പ്രിയമുള്ള സകല പാത്രങ്ങളെയും ദൈവം ത്യാഗമാകുമ്പോൾ പുറത്തിറക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക.
ഓ, നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കുക. നിനക്ക് വേണ്ടി താമരതകളെ ദൈവം തുറന്നു തരും. ഇന്ന് രാത്രി വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന രാത്രി. ഈ രാത്രി മൗനമായിരിക്കാതെ വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. സകല പാത്രങ്ങളെയും ഇന്ന് രാത്രി ദൈവം പുറത്തിറക്കട്ടെ. ആരും മൗനമായിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദേവന്റെ ക്ഷേത്രത്തിനകത്ത് ബന്ധിച്ച സകല പാത്രങ്ങളും ഇന്ന് രാത്രി ദൈവം പുറത്തിറക്കും. ഇന്ന് രാത്രി ഒരറ്റം മുതൽ ഒരറ്റം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം, തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം ഇന്ന് രാത്രി ദൈവം ചിലതിനെ പുറത്തിറക്കട്ടെ. ഈ രാത്രി ദൈവം ചിലതിനെ വെളിയിൽ കൊണ്ടുവരട്ടെ. ദൈവം വിശുദ്ധീകരിച്ച പാത്രങ്ങൾ ഇന്ന് രാത്രി പുറത്തിറങ്ങട്ടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം രാഘാവിനെയും കുടുംബത്തെയും പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് മഹത്വം. 2 നോഹയെയും കുടുംബത്തെയും പുറത്തിറക്കി. ഇവിടെ യഹോവാലയം വക മുഴുവൻ പാത്രം. ഇതെന്തിനാണെന്നറിയാമോ? ആരാധനയ്ക്കുള്ള പാത്രമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ, ദൈവത്തെ ആരാധിക്കേണ്ടവരെ ദൈവം സമയത്ത് പുറത്തിറക്കും. ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്, ആരാധിക്കണം, ഇതൊക്കെ വേറെ പുസ്തകത്തിലെ ഉപദേശങ്ങളാണ്. ദൈവത്തിന് ആരെ ആരാധിക്കണം? ദൈവത്തെ മാത്രം ആരാധിക്കണം. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഒരേ ഒരു ദൈവം, അത് സർവശക്തനായ ദൈവം. ദൈവത്തിന് മകത്ത് വേറെ ആരെ ആരാധിക്കരുത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കുക. ഇഴജാതി, പറവജാതി, സൂര്യൻ, ചന്ദ്രൻ, ഈ നക്ഷത്രഗോളങ്ങൾ, ഭൂചര കേചര വസ്തുക്കൾ, ഇതിന് ഒന്ന് പാസ്റ്റർമാരെ ആരാധിക്കരുത്. ഇപ്പൊ അതാ പാസ്റ്ററെ അങ്ങ് പോയി, പാസ്റ്ററുടെ ഒരു ആരാധകനാ എൻ്റെ അടുക്ക വന്നേക്കരുത്. നീ ദൈവത്തെ ആരാധിക്കേ. നീ അങ്ങനെ പറഞ്ഞാൽ ഞാനും അടിമേടിക്കും, അല്ല ഈ ദൈവദാസന്മാരും അടിമേടിക്കും. ആ വാചകമേ പറയരുത്. സ്തോത്രം. വേണേ പറഞ്ഞോ, പാസ്റ്ററെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ദൈവദാസന്റെ ശുശ്രൂഷ ഇഷ്ടമാണ്, അതൊക്കെ പറഞ്ഞു. പാസ്റ്ററെ ഒരു ആരാധകനാ, വ്യായ നിന്നെ എടുത്ത് അടിക്കും. പുള്ളി ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട്, അന്നേരം വരാം. അടിച്ച് കൃമിക്കരയായത്. ദൈവത്തിന് മഹത്വം. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ഏത് ദൈവം? സത്യദൈവം. ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. എനിക്ക് ദൈവത്തെ പറ്റി ചൊല്ലുന്നതൊക്കെ ഇഷ്ടമാണ്. 2 ശീലം ഞാൻ ചൊല്ലുക. ആരാ ദൈവം? എന്താ ദൈവം? സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ, യാതൊരു കാലത്തെയാണ് അതിയായി നിർദ്ദേശിപ്പ നിന്നെ ആയതിന്നറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരതിക ഞാൻ ആദരാൽ വന്ദിക്കുന്നേ. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ, ആഗമാകാരന്മാരില്ലാതവൻ, മോദതും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക്. ഇനി തിയോളജിക്കാർക്ക് അറിയാം, ഏലൊന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാനാഥൻ ഉപദേശിച്ചതല്ലോ. സ്ഥാപനത്തിലൊക്കെ തിയോളജി നിങ്ങൾ ജോൺ വർഗീസും ഒക്കെ തിയോളജി പാപ്പച്ചാനും ഒക്കെ നിങ്ങൾ ബൈബിൾ സ്കൂളും ഒക്കെ നടന്ന് സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം. ഏലന്തോര പ്രിയമാം
നാമമോദിക്കത് മൂലവസ്തുവാനാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോകി ശബ്ദായിയു എലോകി അഡോണായി വിലോപമെന്യേ യാഗ്വേ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകാശിതമെന്നേ വേണ്ടൂ. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും മർദ്ദിക്കലും ഗൂഢസ്ഥൻ നിജാശയനാത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ഠങ്ങളെ ഊചിതം പോലെ. അല്ലാകിൽ അതീശനെ മാനുഷരറിയെന്നാൽ ഇവൻ ആകാരസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായിക മൂലം. ഇപ്പോഴും തപ്പി കിടക്കുക ആരുണ്ടാക്കിയതാന്ന്. എടാ പൊട്ടാ, ദൈവം നിർമ്മിച്ചതാ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മുകുലം മഹത്വത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവം അയപൂ നിജാത്മാനം. എല്ലാം ചൊല്ലാൻ നേരമില്ല. കാശിന് കൊള്ളാതുള്ള കരത്തിൻ്റെ അടികല്ലാൽ നാസറായൊരു ശിംശോൻ 1000 ബലിസ്തരെ കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തീകിരണങ്ങൾ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി മഴവില്ലേ ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ, നമസ്തേ നദജന പാലന പാരായണ. മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. ഇന്ന് ഇത്രയും കേട്ടാൽ മതി. ദൈവത്തെ പറ്റി ഒന്ന് വിസ്തരിച്ചെന്നേ ഉള്ളൂ. അതാ ദൈവം. പണ്ട് ഞാൻ ചൊല്ലിയപ്പോൾ ഒരു തള്ള പറഞ്ഞു ബന്ധനങ്ങളായതല്ല എന്ന് പറഞ്ഞു. ഈ ഹിന്ദുമാർഗത്തിൽ നിന്നെങ്ങാണ്ട് വന്നതല്ലേ. അതാ അതിൻ്റെ പോരുകൾ ഇനി അഴിയാൻ. അള്ളക്ക് വെളിവില്ലാത്ത ഞാൻ എടുക്കാൻ അള്ള ഇരുന്നങ്ങ് അഴുകിയ. ഇത് സർവജ്ഞനായ ദൈവം. അപ്പൊ ശ്രദ്ധിക്കുക, ആരെ ആരാധിക്കണം? സത്യദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരായി ആരാധിക്കേണ്ടത്? എല്ലാരും കയറി ആരാധിക്കരുതേ. എല്ലായിടത്തും അങ്ങ് പ്രൈസ് ആൻഡ് വർഷിപ്പാ. ഞാനതിന് എതിരല്ല, പക്ഷെ വ്യവസ്ഥയുണ്ട്. എടാ, പാട്ട് പാടാൻ നിൽക്കുന്നവനല്ല അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം. ഇതെല്ലാവരും ആത്മാവിലാകുമ്പം അവൻ കുറുക്കം നോക്കുമ്പോൾ നോക്കുക പമ്മി. ഞാൻ കണ്ടവിടിരുന്നുണ്ട്. പിന്നെ ഒക്കെ ഞാൻ കണ്ടേച്ചാ. ഇന്ന് ഞാനും രണ്ട് കരുതിയാ നിൽക്കുന്നത്. നീ അഭിഷേകം പ്രാപിക്കണം. മാത്രമാണോ തിരുമേശ എടുക്കണം. തിരുമേശയായിട്ട് വരുമ്പോൾ ട്രാഫിക് പോലീസിനെ പോലെ നിൽക്കരുത്. ഇതൊക്കെ ഉപദേശ വിഷയങ്ങളാ. കമ്മിറ്റിയിലുള്ളവനും അഭിഷേകം പ്രാപിക്കണം. കമ്മിറ്റി ഞാൻ പറഞ്ഞു മുടിച്ച ഭാഗ്യം കുത്തിക്കൊണ്ടിങ്ങനെ ഞെളിഞ്ഞാ പോരാ. നീ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ അഭിഷേകം പ്രാപിച്ച കമ്മിറ്റിക്കാരുമുണ്ട്, പാട്ടുകാരുമുണ്ട്. ആരാധന അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആക്ഷേപിച്ചതല്ല. ഇതുവരെ പ്രാപിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതാരുടെയും കുത്തകയല്ല, ഒരു സഭക്കാരുടെയും കുത്തകയല്ല, ഒരു പാസ്റ്റർമാര് ഇറക്കി തരുന്നതല്ല. ദൈവത്തിന്റെ ദാനമാ. അത് പകരുവാൻ ദൈവം വിശ്വസ്തനുമാ. പ്രൈസ് ദി ലോർഡ്. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാ ആരാധിക്കേണ്ടത്? എല്ലാവരും അല്ല. ഒറ്റ വാക്കി പറഞ്ഞ ഭാഗം വിടാ. മിസ്രൈമിൽ ഏതാണ്ട് 430 വർഷം പാർത്തു. ആരാധിച്ചതായിട്ട് വാക്യമില്ല. ചാപ്പാട് കഴിച്ചെന്ന് വാക്യമുണ്ട്. അതിനാണല്ലോ തെള്ളും ബഹളവും. ആരാധനയുടെ സമയത്ത് വന്ന് പക്ഷേ ആ വാക്യം ആ പാട്ട് ഭക്ഷണം ഒന്ന് കഴിയട്ടെ. ഭക്ഷണത്തിൻ്റെ അന്നേരം ചോദിച്ചല്ലയോ മേടിക്കുന്നേ. അച്ചാർ എത്ര കൃത്യമായിട്ടൊക്കെ ക്ലിയറായിട്ട് പറയുന്നുമുണ്ട്. പപ്പടം എന്നാ വാക്യം ഒന്ന് പറയാമോ? അതവിടെ നിൽക്കട്ടെ, വെറുതെ ഒരു അലോഗ്യം ഉണ്ടാക്കുന്നില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാന്നേ. അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇത് പെന്തിക്കോസിന്റെ ഉപദേശമാ. സ്തോത്രം. ആമേൻ. അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം ഇത് നിയന്ത്രിക്കേണ്ടത്.